കോട്ടയംകാരുടെ ഒറിജിനൽ മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി 3/4 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. കറിവേപ്പില, കുടംപുളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി, ഉലുവ. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി കരിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു പിഞ്ച് ഉലുവ ഇടാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മസാലകൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കരിഞ്ഞു കയറാൻ ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും ഉപ്പും ചേർത്ത് അരപ്പിനെ നന്നായി വേവിച്ചെടുക്കാം. വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുളിവെള്ളം ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായി തിളയ്ക്കണം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഗ്രേവിയിൽ ഉപ്പും പുളിയും എരിവും ഉണ്ടോ എന്ന് നോക്കണം. പുളി കുറവാണെങ്കിൽ പുളി ഇറങ്ങുന്നത് വരെ വീണ്ടും തിളപ്പിക്കുക. എരിവ് കുറവാണെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ശകലം മുളക് പൊടി ചൂടാക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പും പുളിയും എരിവും എല്ലാം മുന്നിട്ട് നിൽക്കണം. എങ്കിലേ കഷ്ണം ഇടുമ്പോൾ അതിലേക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായി പിടിക്കൂ. ഇപ്പം ഗ്രേവിയിൽ ഉപ്പും പുളിയും എരിവും എല്ലാം മുന്നിട്ട് നിൽപ്പുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ശകലം ഉലുവാപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചും കൊടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ശകലം ഉലുവാപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് ചുറ്റിച്ചെടുക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ച തനി കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.